ബോഡി ഷെയ്മിങ് ചെയ്യുന്നോടാ പട്ടികളെ. ഈ പറഞ്ഞ സിനിമാ ഡയലോഗ് നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര സ്വീകാര്യമായിട്ടുള്ളൊരു ഡയലോഗായിരുന്നു. കാരണം ഇത് ഒരുപാട് ഓവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആശ്വാസം പകർന്നൊരു ഡയലോഗാണ്. ഒരുപാട് റീൽസും വൈറലായിട്ടുള്ളൊരു സംഭവമാണ് ബോഡി ഷെയ്മിങ് ചെയ്യുന്നോടാ പട്ടികളെ എന്നുള്ളൊരു സിനിമാ ഡയലോഗ്. ധാര പറഞ്ഞ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഞാനിവിടെ ഇനി പറയാൻ പോകുന്ന ഒരു സിനിമാ ഡയലോഗ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിനെ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു ബോഡി ഷെയ്മിങ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാണ്ടിരുന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. ഈ അന്നത്തെ ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഈ നായകൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാനിവിടെ പ്ലേ ചെയ്യാം. ഫുൾ ടൈം വർക്കും ഒരു പുഷപ്പ് എടുക്കാൻ ആരോഗ്യം വരില്ല. അതെങ്ങനെയാ കണ്ട ഫാസ്റ്റ് ഫുഡ് മേടിച്ചു കൊടുത്ത് അങ്ങനെ കൊള്ളാത്ത പരിവത്തിലാക്കിക്കല്ലേ. ആദ്യം വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് കഞ്ഞിയും വേറെ കൊടുത്ത് ഇവർ വെള്ളം കുറയ്ക്കാൻ നോക്കും. എന്നിട്ട് മതി ഈ ഫുംഫും കടയിലേക്ക്. കണ്ടാ, ഇപ്പോൾ ഈ ഒരു സിനിമ ഒരു 10 വർഷത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ്. അന്ന് ബോഡി ഷെയ്മിംഗ് എന്നുള്ള വാക്ക് ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അന്ന് കണ്ടുപിടിക്കാണ്ടിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഡയലോഗിന് വല്ലാണ്ടൊരു പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയിട്ട് ഭയങ്കരമായിട്ട് വലിയ ചർച്ചയൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, സത്യം കാര്യം കറക്റ്റായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പഴയ നിവിൻ പോളിനെയും ഇപ്പോഴത്തെ നിവിൻ പോളിനെയൊക്കെ എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ രണ്ടാമത് കേൾപ്പിച്ച ഈ സിനിമ ഡയലോഗ് എവിടേക്കോ ശരിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ രണ്ടാമത് കേൾപ്പിച്ച ഈ ഡയലോഗ് ഉണ്ടല്ലോ, കണ്ണി കണ്ട ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുത്തിട്ട് തടി കൂട്ടിയിട്ട് ഒന്നിനും പറ്റാണ്ടായി ആ ശരീരം എന്നുള്ള ആ ഡയലോഗ് ഏത് സിനിമയിലുള്ളതാണെന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിവിൻ പോളി ഫാൻസിനെ അറിയാൻ നോക്കാമല്ലോ. താങ്ക് യു.